പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചോര് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്തിയ കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം,
വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികള്, പീഡിതര്, മനപ്രയാസമുള്ളവര്, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവര്, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ, പല മക്കളുടെ ചില ഫോൺ വിളികൾക്ക് ശേഷം, ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിന്റെ ദൃശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിന്റെ തിരുമുറുപാടുന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശീർവദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധി നമ്മൾ ചെയ്ത പരിശുദ്ധ മരിയൻ ഉടമ്പടി, അതിൻ്റെ നിർവഹണ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമീപനം എന്താണെന്നുള്ളത് വളരെ ശ്രദ്ധാർഹമായ ഒരു വിഷയമാണ്. സമീപനം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഹെഡ് ടു ടെയിൽ എന്നും പറഞ്ഞ് ഒരു സമീപനം എടുക്കാം. അതായത് തല തൊട്ട് വാല് വരെ, ഹെഡ് ടു ടെയിൽ. രണ്ടാമത്തത് ടെയിൽ ടു ഹെഡ് എന്ന് പറഞ്ഞ് വേറൊരു സമീപനം എടുക്കാം. വാല് തൊട്ട് അല്ലെങ്കിൽ വയറ് തൊട്ട് തല വരെ. അപ്പം അത് ശരിക്കും ഉടമ്പടി വരുമ്പോൾ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ റിജക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഈ ബെല്ലി ടു ഹെഡിലേക്ക് വന്നാൽ റിജക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. അതിനകത്ത് നമ്മൾ ഹെഡ് ടു ടെയിൽ എന്ന് പറയുമ്പോൾ വാ തൊട്ട് വാല് വരെ വരുമ്പോൾ അത് നമുക്കറിയാം ഭക്ഷണം സഞ്ചരിക്കണ വഴിയാണ്. ഭക്ഷണം സഞ്ചരിക്കണത്, നമ്മൾ കഴിക്കണത്, ആഹാരം കഴിക്കണത് ബോഡി അക്സെപ്റ്റ് ചെയ്യലേ വരണേ. അത് തലേന്ന് താഴേക്കാണ് പോരണത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി റിജക്റ്റ് ചെയ്യണത് എന്താണ്? വയറിലേന്ന് വായിലോട്ട് വരും, ഛർദില് ഒക്കെ റിജക്ഷനാ. ആഹാരം റിജക്റ്റ് ചെയ്യണത് വായിലൂടെയും വയറിൽ നിന്ന് വായിലൂടെയും, ആഹാരം കഴിക്കുന്നത് വായിൽ നിന്ന് വയറിലേക്കുമാണ്. ഇത് തന്നെയാണ് അപ്രോച്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. റിജക്ഷൻ, ഛർദി എന്ന് പറഞ്ഞാൽ റിജക്ഷൻ അല്ല, ആഹാരം റിജക്റ്റ് ചെയ്യല്ലേ. ഇതുപോലെയാണ് നമ്മുടെ ഉടമ്പടിയിലെ ഒരു സമീപനം വെച്ചാൽ, ദൈവത്തിന് തല എന്ന് പറഞ്ഞാൽ ദൈവം. അപ്പം ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ ഉടമ്പടി. കാര്യം ഉടമ്പടിയിലുള്ള എന്താണ്? അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്നല്ലേ. അപ്പം ചെയ്തു കൊള്ളാമെന്നുള്ളത് ചെയ്യണത് ആരാണ്? നമ്മളാ. പക്ഷെ ആദ്യം പറയുന്നത് എന്താണ്? അവനാണ് ആദ്യം. അപ്പം പ്രയോറിറ്റി ദൈവത്തിനാണ്. അവൻ പറയുന്ന പോലെ ചെയ്തു കൊള്ളാം. അപ്പം ചെയ്യണം നമ്മൾ, പ്രയോറിറ്റി ദൈവത്തിനാണ്. അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ
മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അതാണ് ഹെഡ്. അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇനി ഇത് റിജക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആൾക്കാരെ അടയാളങ്ങൾ അന്വേഷിക്കും. അപ്പൊ റിജക്ഷൻ വരും. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളെ അടയാളങ്ങൾ കണ്ടത് കൊണ്ടാണ് എനിക്ക് മറ്റു സ്ഥലങ്ങളിലെയും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെക്ക് അപ്പം വർദ്ധിപ്പിച്ച ദിവസം രാത്രി പകല് ആൾക്കാർ വന്നപ്പോൾ ആൾക്കാരെ റിജക്ട് ചെയ്യണില്ലേ? യോഹന്നാൻ 6:26. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പൊ എന്നിട്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറയും. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു ചെറിയൊരു സംഭവം കാണാം. അതായത് കർത്താവിൻ്റെ അടയാളങ്ങൾ ലഭിച്ച ആൾക്കാരുണ്ട്. രോഗം സുഖപ്പെടുത്തിയവർ, അപസ്മാര രോഗം സുഖപ്പെടുത്തിയവർ, പിശാച് ബാധിച്ച് മാറ്റിയവർ, ഇങ്ങനെ കുറേ അനുഗ്രഹാനുകൂല്യം ലഭിച്ച ആൾക്കാരെ വീണ്ടും കർത്താവ് തിരക്ക് വരും. അപ്പോൾ കർത്താവ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് മർക്കോസിന്റെ 1:32, 33, 34 വായിക്കണം. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവര് അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും അതാണ് റിജക്റ്റ് ചെയ്യണ്ട. ഇപ്പൊ തലേ ദിവസം രാത്രി സംഭവിച്ച രോഗസൗഖ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ വീണ്ടും പിന്നെയും രോഗസൗഖ്യത്തിനാണ് വരുന്നത് കർത്താവിൻ്റെ അടുത്ത്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഹെഡ് ടു ടെയിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൽ നിന്ന് വിഷയങ്ങളിലേക്ക് വരാം നമുക്ക്. പക്ഷെ വിഷയങ്ങളും ദൈവത്തിലേക്ക് പോകാൻ പാടായിരിക്കും. ആൾക്കാർക്ക് ചിലപ്പോൾ വിഷയങ്ങളൊക്കെ ദൈവത്തിൽ പോകത്തില്ല. ആൾക്കാർ രോഗശാന്തി കഴിഞ്ഞ രാത്രി രോഗശാന്തി കിട്ടിയ ആൾക്കാർക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങുകയും ദൈവത്തിന് അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവർ റിജക്റ്റ് ചെയ്യണത്. ദൈവത്തിന് ആവശ്യമില്ലാതെ അനുഗ്രഹങ്ങൾ മാത്രം ആവശ്യപ്പെട്ട റിജക്ഷന്റെ സാധ്യതയുണ്ട്. അതാണ് ഈശോ പറയണത്. അതാണ് 1:38 വായിച്ചേ, മർക്കോസ് 1:38 വായിച്ചേ. അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അടുത്ത പട്ടണങ്ങളിലേക്ക് അതായത് ഇവരെ വിട്ടു, വഴിയിൽ വിട്ടു. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈശോയ്ക്ക് ഇതിനെ കുറിച്ച് വ്യക്തതയുണ്ട്. അത് നമുക്കും വ്യക്തത ഉണ്ടാകണം, സഭയ്ക്കും വ്യക്തത ഉണ്ടാകണം. ഈശോ എന്തിനാണ് വന്നതെന്ന് രക്ഷയുടെ സുവിശേഷമാണ് വന്നത്. ഈശോ എന്തിനാണ് വന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. സഭയും മറന്നുപോയി സമയത്ത് എന്തിനാണ് വന്നത്. അതിന് പകരം പിന്നെ നമ്മൾ വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കും. ഈശോ അതിനാണ് ഈശോയ്ക്ക് കോൺഷ്യസ് ഉണ്ട്, അതിനാണ് ഞാൻ വന്നിരിക്കണതെന്ന്. രക്ഷയുടെ സുവിശേഷം കൈമാറാൻ, ആത്മരക്ഷയുടെ സുവിശേഷം. പക്ഷെ അതിനാണ് ഞാൻ വന്നിരിക്കണമെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെന്റ് ഹെഡ് ടു ടെയിലായിരിക്കും. അതാണ് സുവിശേഷ പ്രവർത്തകരുടെ വിജയം എന്ന് പറയുന്നത്. അവരെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്തിട്ടാണ് വിഷയങ്ങൾക്കെല്ലാം 2ാം സ്ഥാനം കൊടുക്കുന്നത്. ഉടമ്പടി ഒരു ഹെഡ് ടു ടെയിൽ മൂവ്മെന്റ് ആണ് നമുക്ക്
അഭികാമ്യമായിട്ടുള്ളത്. ദൈവനാമത്തിന് സ്തുതി. മാതാവിനും ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ പേര് ലിജി. ഞാൻ അങ്കമാലിയിലാണ് എൻ്റെ വീട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ വാഗയിലാണ്. എനിക്ക് 2023 നവംബറിൽ പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു. ബവൽ ഒബ്സ്ട്രക്ഷൻ കാരണമായിരുന്നു. ആ സർജറിയുടെ റിസൾട്ട് വന്നത് പോസിറ്റീവ് ക്യാൻസർ എന്നായിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമാകുകയും വീട്ടിലുള്ളവരോട് വിളിച്ചു പറയുകയും, അപ്പോൾ ചേച്ചി കൃപാസന മാതാവിൻ്റെ അടുത്ത് എന്നും വരാറുണ്ടെന്നറിയാം, ചേച്ചിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പോസിറ്റീവായ ക്യാൻസറിന് കീമോതെറാപ്പി വേണമെന്നും 12 സൈക്കിൾ 6 മാസത്തോളം കീമോതെറാപ്പി വേണമെന്നും പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ചേച്ചി ഉടമ്പടി എടുക്കും. ചേച്ചി അതിനുശേഷം അയച്ചു തന്ന സാക്ഷ്യം കാണുകയും ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ കുടുംബത്തോടൊപ്പം കേൾക്കുകയും മാതാവിനോട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ കൊന്ത ചെല്ലും, എന്നാലും ഇതൊരിച്ചിരി എല്ലാ കാര്യങ്ങളിലും നമ്മൾ പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ തിരക്കുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിച്ചിരി കൊന്ത ചെല്ലാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചിരുന്ന് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്. ചേച്ചിയാണ് കൃപാസനത്തിൽ വരികയും എന്നും പ്രാർത്ഥിക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. ചേച്ചി ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മാതാവ് കാത്തോളും, ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഫോളോ അപ്പ് ചെയ്ത് കീമോതെറാപ്പി കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്ത് പെറ്റ് സ്കാനിൽ അബ്ഡോമിനൽ മെറ്റസ്റ്റാസിസ് എന്ന റിസൾട്ടാണ് വന്നത്. ഓങ്കോളജിസ്റ്റ് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ചേച്ചി, ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വന്ന റിസൾട്ടാണിത്. ഒന്നും ചെയ്യാനില്ല, സർജറി ഒരു ഓപ്ഷനേ അല്ല. കൊളോണോസ്കോപ്പിക്ക് ആഴ്ച തന്നെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. കൊളോണോസ്കോപ്പി ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള ഡോക്ടറെ കണ്ടിട്ട് പറയുക ഒന്നും ചെയ്തിട്ടൊരു കാര്യവും ഇല്ല, അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇതുപോലത്തെ ഇതിന് മുന്നേ വന്നേക്കുന്ന ഒരു കേസ് സിഡ്നിയിൽ ഉള്ളൊരു ഡോക്ടറിന് റെഫർ ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് പറയാം, എന്തായാലും നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പ്രാർത്ഥിക്കുകയും സാക്ഷ്യം കേൾക്കുകയും ചേച്ചി അയച്ചു തരുന്ന എല്ലാം കേൾക്കുകയും ഓസ്ട്രേലിയയിൽ വളരുന്ന പിള്ളേരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് മാതാവിനോട് കൊന്ത ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്ന് മാതാവെ കാത്തോളണമേ എന്ന് പറഞ്ഞ് കൊന്ത പിടിച്ചുകൊണ്ടാണ് കൊളോണോസ്കോപ്പി പോയത്. ആ കൊളോണോസ്കോപ്പിയിൽ ആ ഡോക്ടറിന് സ്കോപ്പ് കയറ്റാൻ പറ്റിയില്ല. അത്രയേറെ മാസ് അബ്ഡോമിനലുള്ളതുകൊണ്ട് ബവൽ ചെറുതായി പോയതുകൊണ്ട് കയറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കേസ് സിഡ്നിയിലെ ഡോക്ടറിനെ റെഫർ ചെയ്യുകയും പെട്ടെന്ന് പിറ്റത്തെ ആഴ്ച തന്നെ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷം വലിയൊരു സർജറി വേണം, 10 മണിക്കൂറോളം നിൽക്കും. അതുവരെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ജോലിയൊക്കെ ഇത് ചെയ്യണം. എത്ര നാളത്തോട്ട് അതിന് റിക്കവറി ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തു. ഡേറ്റ് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് വീണ്ടും പറയുകയും ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രതിസന്ധി ഉള്ളത്, ഈ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് 4 മണിക്കൂർ മാറി ഉള്ള സ്ഥലത്താണ് സർജറിക്ക് പോകേണ്ടത്. അപ്പോൾ പിള്ളേരെ ഞങ്ങൾക്ക് 18, 17, 13 വയസ്സുള്ള പിള്ളേരാണ്. പിള്ളേരെ എവിടെ ആക്കുമെന്നൊരു വിഷമമുണ്ട്. മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്ന് പറയുകയും എല്ലാ വിസയും പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്തു. ചേച്ചി വന്നപ്പോൾ ചേച്ചി ഉടമ്പടിയുടെ തൈലവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥനാ പുസ്തകവും തിരിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വയറിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഡേറ്റ് കിട്ടിയില്ല, സർജറിക്കുള്ള ഡേറ്റ് പെട്ടെന്നൊന്നും കിട്ടിയില്ല. ഓഗസ്റ്റ് 2024 പകുതിയോടെയാണ് ഡയഗ്നോസ്റ്റിക് ടാപ്പ് ചെയ്തത്. അതിനുശേഷം ഡേറ്റ് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചു. ഇത് പെട്ടെന്ന് ഒരു
ഫുൾ കോഴ്സ് 12 കീമോതെറാപ്പി കഴിഞ്ഞിട്ടും ഇങ്ങനെ വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി എങ്ങോട്ടൊക്കെയാണ് ഇത് പോകുന്നത്, മാതാവെ രക്ഷിക്കണേന്ന് എന്നും വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ചേച്ചി വന്നതിന് ശേഷം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തുവന്ന് അവർ തമ്മിലുള്ള ഒരു സംസാരത്തിൽ നിന്ന് ഞാൻ കേൾക്കുകയും ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിനാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ദുഃഖം ആണല്ലോ എന്നോർത്ത് ഞാനും ഉടമ്പടി എടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്ത ഒരു ദിവസം ആ ആഴ്ച തന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സുഗന്ധം തൈലത്തിന് മണം വരികയും എപ്പോഴും എനിക്ക് ഡോക്ടറുടെ ഒരു ഇതും വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒന്ന് പറയൂ. ചേച്ചി വന്നു, ചേച്ചിക്ക് ആകെ മാക്സിമം 4 ആഴ്ച നമ്മുടെ കൂടെ നിൽക്കാനുള്ളൂ, അതിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ പിള്ളേരുടെ കാര്യം പിന്നെയും അവതാളത്തിലാവുകയെന്ന് പറയുകയും അപ്പം തന്നെ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് ഫോൺ വരികയും രാത്രി 9 മണിയായിരുന്നു. രാത്രി 9 മണിക്കൊന്നും നമ്മളാരും ഇത് കൺസൾട്ടേഷൻ ഡോക്ടർ വിളിക്കണമെന്നൊന്നും കേട്ടിട്ടില്ല. പക്ഷേ അത് കൺസൾട്ടേഷൻ ഡോക്ടറായിരുന്നു. ഒക്ടോബർ 1-ാം തീയതിയിലോട്ട് ഡേറ്റ് തരികയും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒക്ടോബർ 1-ാം തീയതി എന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരു ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് വീണ്ടും പറഞ്ഞു, മാതാവ് എല്ലാവർക്കും ഈ ഒക്ടോബർ 1-ാം തീയതിയോടെ എന്തോ ഒരു വിഷമം, എനിക്ക് വേറൊരു ഡേറ്റ് എങ്ങനെയും തരാമോ, അടുപ്പിച്ച് തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ആഴ്ച തന്നെ ഒരു ഫോൺ കോളും കൂടി വന്നു. ഒരു 30 വയസ്സുള്ള കുട്ടിക്ക് പെട്ടെന്ന് സർജറി വേണം, അതുകൊണ്ട് അത് എൻ്റെ കേസിനേക്കാളും വളരെ കോംപ്ലിക്കേറ്റഡ് കേസാണ്, അതുകൊണ്ട് ആ ഡേറ്റ് അവർക്ക് കൊടുക്കുവാണ്. ഒക്ടോബർ 10-ാം തീയതി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. എല്ലാ ദിവസവും ഞങ്ങൾ തൈലം പൂശുകയും ധ്യാനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചി മുഴുവൻ നേരവും മക്കളോട് കൂടി ഉണ്ടായിരിക്കുകയും എല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം 1500 കേസ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ് ചെയ്തത്. ഒരു 18 പീസോളം അബ്ഡോമിനിൽ നിന്ന് അവർ ക്യാൻസർ സെൽസ് എന്ന് തോന്നിയ ഭാഗങ്ങൾ മാറ്റി. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നേരവും ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിച്ചു ഇത് ക്യാൻസർ ഇനി ഉണ്ടാവില്ല, ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കും, മാതാവ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. ആ റിസൾട്ട് വന്ന് ഡോക്ടർ സർജറി കഴിഞ്ഞ് റിസൾട്ട് പറയാൻ വേണ്ടി വന്നത് ഇതൊരു അത്ഭുതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഡോക്ടർ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ കാണുന്നത്. ഒരു സെല്ല് പോലും ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ല, എല്ലാം നോ എവിഡൻസ് ഓഫ് ക്യാൻസറസ് സെൽസ് ഓഫ് 18 പീസസ്, അതാണ് റിസൾട്ട് വന്നത്. അതോടൊപ്പം തന്നെ മാതാവിന് ഞാൻ ദർശിക്കുന്ന മാതിരി ഒരു അനുഭവം. ഈ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് അവരെടുത്ത് കഴിഞ്ഞപ്പോൾ ICUലായിരുന്നു. മയങ്ങി പോകുമ്പോൾ വേറെ ഒന്നും ഓർമ്മയില്ല, എന്തൊക്കെയോ ഒരു മഞ്ഞ കളറുള്ള കുറച്ച് സാധനങ്ങളും ഒരു നീല കളറും മാത്രം എനിക്ക് കാണാം. എനിക്കൊന്നും മനസ്സിലായില്ല ഇതെന്താണെന്ന്. അതിനുള്ള അനസ്തേഷ്യയൊക്കെ തന്ന അതിനുള്ള ഒന്നും തോന്നിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കൃപാസന മാതാവ് എന്നോടൊപ്പം ആയിരുന്നതാണ്, എന്നെ കാത്തു പരിപാലിക്കുന്നതാണ്. അതുപോലെ സർജറിക്ക് കയറിയപ്പോൾ മാതാവിൻ്റെ കൊന്തയും മാതാവിൻ്റെ ചേച്ചി കൊണ്ടുവന്ന് ഉടമ്പടി വെച്ച കാശുരൂപം എല്ലാം കൂടെ കൊണ്ടുപോകാനും മാതാവ് ഓരോ നിമിഷവും ആദ്യത്തെ സർജറിയിൽ ചെയ്തിരുന്ന കൊളോസ്റ്റമി റിവേഴ്സ് ചെയ്യാനും എല്ലാം ഡോക്ടർ 12 മണിക്കൂറോളം അവരെ സഹായിച്ച് എല്ലാം ഒരു കുഴപ്പമില്ലാതെ നടത്തി തന്നു. അതിനുശേഷം ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പാർട്ട് ടൈം കയറാൻ തുടങ്ങി. ഇപ്പം ഫുൾ ടൈം ജോലിയാണ്. അങ്ങനെ ദൈവനാമത്തിന് നന്ദി, മാതാവിന് ഒത്തിരി നന്ദി. എന്നെ കൃപാസന മാതാവിൻ്റെ ഭക്തിയാണ്. കൊന്ത ചെല്ലാറുണ്ട്, 25 കൊന്ത ചൊല്ലി ഞാൻ പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷേ ഈ 2ാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചു ഈ മാതാവ് കൂടെ ഉണ്ടായിരുന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. പക്ഷേ കൃപാസന മാതാവ് എന്നെ കൈവിട്ടില്ല, മാതാവിൻ്റെ കൂടെ തന്നെ വന്നു ചേച്ചിയിലൂടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ സന്തോഷത്തിലാണ്. അതിനുശേഷം ഞങ്ങൾക്ക് വീണ്ടും വളരെയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി ചെയ്തത് ദാനധർമ്മം ചെയ്യുകയും രോഗികളോട് യേശുവിനെക്കുറിച്ച് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുറത്തുള്ളവരുടെ വിചാരം നമ്മളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് അവർക്കറിയില്ല. അപ്പോൾ യേശുവിലാണ് വിശ്വാസം. യേശുവാണ് എൻ്റെ ദൈവം, മാതാവാണ് എൻ്റെ. ഞാൻ കൊന്ത ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്, കൊന്ത കൈച്ചെയിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അന്നേരം എല്ലാം അവർ മാതാവിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുകയും അവർ നമ്മളോടൊപ്പം തന്നെ മാതാവിൽ വിശ്വസിക്കുകയും ചെയ്യും. അവർക്കും അത് ഒരു അനുഭവമായിരുന്നു. അവരുടെ ദുഃഖങ്ങളിലും ഇത് ചെയ്തു. പിള്ളേർക്കാണേലും വിശ്വാസത്തിൽ ഉറച്ചു വിശ്വസിക്കാനായിട്ട് സഹായിച്ചു. പിന്നീട് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലാതെ എന്നെ വന്ന് നോക്കിയ ചേച്ചിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ആ മാതാവും അതും എല്ലാം ഒരു കുഴപ്പമില്ലാതെ അവളും
എന്നോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. 2 വർഷത്തിനുള്ളിൽ 2 അനുഭവങ്ങളും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും മാതാവ് ഞങ്ങൾക്ക് തന്ന ദൈവകുമാരനും നന്ദി, മാതാവിനും നന്ദി. ഈ പുണ്യാൽത്താരയിൽ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ വീട് അങ്കമാലി കിടങ്ങൂർ ഇൻഫന്റ് ജീസസ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജിസ ബേബിച്ചൻ. എനിക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരു സ്കാൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, എല്ലാം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. ഞാൻ സുഖമായിട്ടിരിക്കുന്നത്. എപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കീമോ ചെയ്താലും ഞാനൊക്കെ സ്റ്റേണായിരുന്നു. പെട്ടെന്ന് ക്യൂറായി. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. എല്ലാത്തിനും അമ്മ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ലിജി എന്ന ഈ സഹോദരിയും ജസി എന്ന സഹോദരിയും അമ്മ മാതാവിൻ്റെ ശക്തമായ സംരക്ഷണയിൽ ഈ മക്കൾക്ക് ലഭിച്ച വലിയ രോഗസൗഖ്യത്തെ സന്തോഷത്തോടുകൂടി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ലിജിയുടെ രോഗക്ലേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ആദ്യം ഒരു പരിശോധനയിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സ തുടങ്ങുന്ന വ്യക്തി പിന്നീട് വല്ലാത്ത വിധത്തിൽ കൂടിപ്പോകുന്ന സാഹചര്യങ്ങൾ, അത് സഹോദരി സൂചിപ്പിച്ചു. 18 സാമ്പിളുകൾ 18 ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് അത് ക്യാൻസറസ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഓപ്പറേഷൻ, ഏറ്റവും പ്രാപ്തിയുള്ള ഡോക്ടർ, പുള്ളി ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള 500 സർജറി ചെയ്ത വിദഗ്ധൻ. അദ്ദേഹം ഈ സർജറി ചെയ്യുന്ന സമയം മുഴുവനും അധികമൊന്നും പ്രതീക്ഷ വേണ്ട എന്നതാണ് ശരിക്കും ഇവർക്ക് കൈമാറിയിരുന്ന മുഴുവൻ സന്ദേശവും. സഹോദരി പറയുന്നുണ്ട്, ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ ഇവിടെ കൂടെയുള്ള മൂത്ത ചേച്ചിയാണ് ഉടമ്പടി എടുക്കുന്നത്. ചേച്ചിയാണ് പിന്നീട് നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് സഹോദരിയെ ശുശ്രൂഷിക്കുവാൻ പോകുന്നത്. നേർച്ചവസ്തുക്കളെല്ലാം നിരന്തരം കൊടുത്തുകൊണ്ട് പൂർണ്ണമായ ശരണത്തിനും വിശ്വാസത്തിലും അമ്മയുടെ തിരുനടയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചേച്ചിയെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കൂടിയും അമ്മയുടെ അരികിൽ നിരന്തരമായി പ്രാർത്ഥന സമർപ്പിച്ചും രാവിലെ ഡെയിലി ബ്രെഡിൽ നിരന്തരമായി പങ്കുചേർന്നുകൊണ്ടും രണ്ടുപേരും രോഗത്തിൻ്റെ പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടിയാണ് ആ നാളുകളിൽ പ്രാർത്ഥിച്ചത്. എല്ലാവരും ക്യാൻസർ എന്ന് ഉറപ്പിച്ച വളരെ ഗുരുതരമായി 13 മണിക്കൂറോളം 10 മണിക്കൂറിലേറെ ഓപ്പറേഷൻ ചെയ്ത കേസാണിത്. ആ കേസിലാണ് ഡോക്ടർ തന്നെ തിരികെ വന്ന് അത്ഭുതത്തോടുകൂടി ഈ രോഗിയോട്, ലിജിയോട് പറയുന്നത്, എൻ്റെ ഇത്രയും നാളുള്ള ഈ വൈദ്യ ജീവിതത്തിൽ ഇതാദ്യത്തെ ഒരു അനുഭവമാണ്. ഇത്രയും ഉറപ്പിച്ച് ചെയ്തൊരു ഓപ്പറേഷൻ ഒരു കുഴപ്പവുമില്ലാതെ ക്യാൻസറസിൻ്റെ ഒരു സെല്ല് പോലും ഇല്ലെന്ന് എല്ലാ സാമ്പിളും 18 സാമ്പിളും ഒരുപോലെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കിട്ടുന്നത്. എന്നിട്ട് ലിജി പറയുന്നുണ്ട്, എന്നിട്ട് ചോദ്യം, നിങ്ങൾ എവിടെയാണ് ആശ്രയിച്ചത്, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ഉടനെ ലിജി കൃപാസനം പ്രാർത്ഥനാ പുസ്തകം കാണിക്കുമ്പോൾ ഡോക്ടർ അതിൻ്റെ പ്രകൃവശം ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത് മൊത്തം വായിച്ചുകൊണ്ട് അത് ഗുഡെന്നും അത് അമേസിംഗ് എന്നും പറഞ്ഞുകൊണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തത് കൃത്യമായി ലിജി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് മാനുഷികമായ ബുദ്ധിയിൽ ജീവിതം തന്നെ ഏറ്റവും ഗുരുതരമായി, ദയനീയമായി, രോഗം കൊണ്ട് മുന്നോട്ടിന് യാത്രയില്ലാത്ത വിധം ജീവിതം ദുസ്സഹമായി തീരുമ്പോഴും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് ഉള്ളിൽ ആഹരിച്ചുകൊണ്ട് കൃത്യമായി അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ കർത്താവിൻ്റെ തിരുരക്തത്തിന് സൗഖ്യപ്പെടുത്തുവാനാവാത്തതായി ഒന്നുമില്ല, എൻ്റെ അമ്മ മാതാവിന് അറിയാത്തതായി ഒന്നുമില്ല. ഈ ലോകത്തിൽ ആരെന്ത് ചെയ്യുന്നുവോ അതിനപ്പുറം എൻ്റെ ഈശോയെ കൊണ്ട് ചെയ്തു തരുവാൻ എൻ്റെ അമ്മ മാതാവിന് സാധിക്കുമെന്ന പൂർണ്ണമായ ശരണവും വിശ്വാസവുമാണ് ജീവിതം ദയനീയമായി രോഗക്കിടക്കയിലായ നാളുകളിൽ ഈ സഹോദരിയെ കൃപാസന മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനും ആ ചികിത്സയുടെ മുഴുവൻ നാളുകളിലും അമ്മയോട് ചേർന്നുകൊണ്ട് ഈ ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ഒരു സിമ്പിൾ എലമെന്റ് പോലും ഇല്ലാതെ സഹായിക്കണമെന്ന് കരുതി പ്രാർത്ഥിച്ച് അത് അനുഗ്രഹവും സൗഖ്യവുമായി തീർന്നതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നാം അമ്മയുടെ അരികിലേക്ക് എത്ര വലിയ ഭാരത്തോടും എത്ര വലിയ തകർച്ചയോടും തീരാവ്യാധിയോടും കൂടിയാണ് വരുന്നതെങ്കിലും അമ്മയുടെ കരങ്ങളിൽ ശരണപ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും നമുക്ക് ഉപകാരപ്പെടും, അനുഗ്രഹമാകുമെന്ന ബോധ്യത്തോടു കൂടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്താൽ അമ്മ മാതാവ്, പ്രത്യക്ഷീകരണ മാതാവ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ
ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ലോകത്തിന് മനസ്സിലാവാത്തത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ലാസറിനെ ഉയർപ്പിച്ചവൻ, തളർവാദ രോഗിയുടെ കാലുകൾക്ക് കുതിപ്പ് കൊടുത്തവൻ, നമ്മുടെ ജീവിതത്തിനും പുതിയ പ്രഭാതം, പുതിയ പ്രകാശം, പുതിയ കരുത്ത് നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ വലിയ രോഗസൗഖ്യത്തിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സഹോദരിയുടെ ക്ലേശകാലത്ത് ദൈവം നൽകിയ വലിയ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ